Module 1 Principles of Business Decisions. Important Economic Concepts and Theories Applied in Decision Making. ഇതിൽ രണ്ട് കോൺസെപ്റ്റുകൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇൻക്രിമെൻ്റൽ റീസണിങ്ങും അതുപോലെ തന്നെ കോൺസെപ്റ്റ് ഓഫ് ടൈം പെർസ്പെക്റ്റീവും. ഇനി മൂന്നാമത്തെ കോൺസെപ്റ്റ് ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The discounting principle is based on the concept of time value of money. The concept of time value of money considers that money earned in an earlier period is more valuable than the same amount of money earned in the later period. This is because money invested in an earlier period grows to more money in future. Then അപ്പോൾ ഇതിൽ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ടൈം വാല്യൂ ഓഫ് മണീനെ ബേസ് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. ദെൻ ഇനി ടൈം വാല്യൂ ഓഫ് മണി എന്താണ്? അവിടെ ഫ്യൂച്ചർ പീരീഡിൽ നമ്മൾക്ക് കിട്ടുമെന്ന് പറയുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചർ പീരീഡിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വെക്കുന്ന മണിയും അതുപോലെ തന്നെ ഏർലിയർ പീരീഡിൽ നമ്മൾ ഏൺ ചെയ്യുന്ന മണിയും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്നാണ് പറയുന്നത്. അതിൽ നമ്മൾ ഏർലിയർ പീരീഡിൽ നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ടാണ് ഫ്യൂച്ചർ പീരീഡിൽ കിട്ടുമെന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ടൈം കുറേ കഴിഞ്ഞ് കിട്ടും എന്ന് പറയുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ഒരു എമൗണ്ടും ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നേരത്തെ കിട്ടുന്നതാണ് നല്ലത് എന്നാണ് ടൈം വാല്യൂ ഓഫ് മണിയിൽ പറയുന്നത്. ഓക്കെ, ഫ്യൂച്ചർ പീരീഡിൽ കിട്ടുമ്പോൾ അതെന്താണ്, അവിടെ നമ്മുടെ എക്കണോമിക് കണ്ടീഷൻസ് ചേഞ്ചസ് വരുന്നുണ്ട്. പ്രൈസ് എന്ന് പറയുന്നത് എല്ലാ ടൈമും ചേഞ്ച് ചെയ്ത് വരികയാണ്. ആ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവിടെ ഇൻക്രീസ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും മുൻപ് കിട്ടുന്നതാണ് നല്ലത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാസം എനിക്ക് ഒരു 1 lakh എമൗണ്ട് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടി. ദെൻ ഇനി ഈ 1 lakh തന്നെ ഞാൻ വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് കിട്ടുന്നത് 2 മാസം കൂടി കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അടുത്ത ഇയർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സെയിം എമൗണ്ട് തന്നെയാണ് കിട്ടുന്നത്, 1 lakh തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഏതായിരിക്കും നല്ലത്? എത്ര നേരത്തെ കിട്ടുന്നോ അതല്ലേ നല്ലത്? ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഏറ്റവും ഏർലിയർ കിട്ടുന്നതാണ് ലേറ്റർ പീരീഡിൽ കിട്ടുന്നതിനേക്കാളും നല്ലതെന്നാണ് ടൈം വാല്യൂ ഓഫ് മണിയിൽ പറയുന്നത്. ടൈം ചേഞ്ച് ചെയ്ത് വരും തോറും മണിയുടെ വാല്യൂ കുറഞ്ഞു വരും. ഓക്കെ, ദെൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഓൺ 1st January 2008, if a person deposits 1 lakh for 1 year into a bank at the rate of 10% interest per annum, will become 1,10,000 on 1st January 2009. അപ്പോൾ ഒരാൾ 1 lakh rupees ഡെപ്പോസിറ്റ് ചെയ്തു. ഡേറ്റ് എന്നാണ്? 1st January 2008 1 lakh ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾക്ക് കിട്ടുന്നത് പെർ ആനം പെർ ഇയർ നമ്മൾക്ക് 10% വെച്ച് കിട്ടും. ഓക്കെ, ദെൻ ഇനി 1st January 2009 ആകുമ്പോൾ നമ്മൾക്ക് 1,10,000 ആണ് അത് റിട്ടേൺ കിട്ടുന്നത്. ഓക്കെ, ദെൻ it means that 1 lakh received on 1st January 2008 and the same amount of rupees 1 lakh received on 1st January 2009 should not be treated as equal. അപ്പോൾ 1st January 2008 1 ലക്ഷം കിട്ടുന്നതും അതുപോലെ തന്നെ 2009 1 ലക്ഷം കിട്ടുന്നതും ഈക്വൽ അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു എത്രയും നേരത്തെ കിട്ടുന്നതാണ് നല്ലത്. സെയിം എമൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ എത്രയും നേരത്തെ കിട്ടുന്നതാണ് നല്ലത് അല്ലേ? ദെൻ ഇൻസ്റ്റെഡ് rupees 1,10,000 received on 1st January 2009 has a present value of 1 lakh on 1st January 2008 at an interest rate of rupees 10%. പക്ഷേ 10,000 ഇൻക്രീസ് വരുന്നുണ്ട് 2009 എന്നാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ഡിഫറൻസ് ഉണ്ട് അല്ലേ? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഫ്യൂച്ചറിൽ 10,000 നമ്മൾക്ക് ഇൻക്രീസ് വരുമെന്നുണ്ടെങ്കിൽ അത് ഈക്വൽ അല്ല. ഓക്കെ, അപ്പോൾ 1 lakh എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, അത് 2008 ഇൻവെസ്റ്റ് ചെയ്തതാണ്. ദെൻ 2009 നമ്മൾക്ക് 1 lakh തന്നെയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല, അത് നമുക്ക് പ്രോഫിറ്റബിളും അല്ല. പക്ഷേ 1,10,000 ആണ് നമ്മൾക്ക് ഒരു വർഷം കഴിയുമ്പോൾ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവിടെ 10,000 നമ്മൾക്ക് ഇൻക്രീസ് കിട്ടി. സോ അവിടെ ചേഞ്ച് വരുന്നുണ്ട്. ദെൻ the present value of future earning is calculated with the help of discounting principle. സോ നമ്മൾ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഈ പറയുന്ന പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഏർണിങ്സ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 1,10,000 ഫ്യൂച്ചറിൽ എനിക്ക് കിട്ടും എന്നുള്ളതാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എത്രയായിരിക്കും, ഇപ്പോഴാണ് അത് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് എത്ര എമൗണ്ട് ആയിരിക്കും എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്. Then in order to get a present value of 1,10,000 received after 1 year at the rate of 10%, we should multiply the future earnings by the present value factor of rupees 1 received at the end of first year at 10% discount rate. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? നമ്മൾക്ക് 1,10,000
അറ്റ് ദ റേറ്റ് ഓഫ് 10% ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അതായത് 1 lakh നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, ഒരു വർഷം കഴിയുമ്പോൾ 2008 1 lakh ഇൻവെസ്റ്റ് ചെയ്തു, 2009 ആകുമ്പോൾ അതിൻ്റെ 10% ഇൻട്രസ്റ്റ് കൂട്ടിയിട്ട് നമ്മൾക്ക് 1,10,000 റിസീവ് ചെയ്യും, അല്ലെങ്കിൽ അത്രയും കിട്ടുമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ദ ഫ്യൂച്ചർ ഏർണിങ്സ് ബൈ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ. ഇവിടെ നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യണം. പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 ഇയറിലേക്ക് നമ്മൾക്ക് കിട്ടുന്നത് എത്രയാണ്? 0.9091 ആണ് നമ്മൾക്ക് കിട്ടുന്നത്. അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നുണ്ട്. അത് ഡിസ്കൗണ്ടിങ് ഫോർമുല യൂസ് ചെയ്താൽ 1/1+r⁻n എന്നുള്ള ഫാക്ടർ യൂസ് ചെയ്താൽ നമ്മൾക്ക് ആ ഒരു ഡിസ്കൗണ്ടിങ് ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പറയുന്ന 0.9091 എന്നുള്ള എമൗണ്ട് കിട്ടും. അതായത് നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 10% ആണ്. അപ്പോൾ 1/1+r എന്നുള്ളിടത്ത്, ദാറ്റ് ഈസ് ഡിസ്കൗണ്ടിങ് റേറ്റ് ആണ് r എന്ന് പറയുന്നത്, അത് 10% ആണ്. n എന്ന് പറയുന്ന n എന്ന് പറയുന്നതിൽ n എന്നുള്ളത് ഇയർ ആണ്, നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. നമ്മളിതിൽ 1 ഇയറിലേക്കാണ് കാണുന്നത്. 1 ഇയറിലേക്ക് നമുക്ക് 1,10,000 കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഡിസ്കൗണ്ടിങ് റേറ്റ് 10% ആണെങ്കിൽ. അപ്പോൾ ഡിസ്കൗണ്ടിങ് ഫോർമുല വെച്ചിട്ട് നമ്മൾ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ 1/1+10/100⁻1 എന്നാണ് കിട്ടുക. അതിൻ്റെ എമൗണ്ട് കിട്ടുന്നതാണ് ഈ പറയുന്ന 0.9091. ഇനി നമ്മൾക്ക് പ്രസൻറ്റ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. പ്രസൻറ്റ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? പ്രസൻറ്റ് വാല്യൂ എമൗണ്ട് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള പ്രസൻറ്റ് വാല്യൂ, ദാറ്റ് ഈസ് 1,10,000 ഇൻറ്റു ഈ പ്രസൻറ്റ് വാല്യൂ ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ടാണ് നമ്മളുടെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഏർണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ്? 1 lakh തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കാമെന്നാണ് പറയുന്നത്? ഇപ്പോൾ 1 ഇയർ കഴിഞ്ഞ് നമ്മൾക്ക് 1,10,000 കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് നമ്മൾക്ക് പറഞ്ഞു. അതുപോലെ തന്നെ 10% ഡിസ്കൗണ്ടിങ് റേറ്റ് ആണ് അതിനുള്ളത് എന്നുള്ളത് നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത് വെച്ച് എന്ത് കണ്ടുപിടിക്കാം? പ്രസൻറ്റ് വാല്യൂ, ആ എമൗണ്ടിൻ്റെ പ്രസൻറ്റ് വാല്യൂ എത്രയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 1,10,000 നമ്മൾക്ക് 1 ഇയർ കഴിയുമ്പോൾ റിസീവ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 10% ആണ് ഡിസ്കൗണ്ടിങ് റേറ്റ് എന്നും പറഞ്ഞു. നമ്മൾ അത് വെച്ചിട്ട് 1 ഇയറിലേക്ക് 10% ഡിസ്കൗണ്ടിങ് റേറ്റ് ആണെങ്കിൽ എന്താണ് PV ഫാക്ടർ വരുന്നത് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോൾ നമ്മൾക്ക് ടേബിളിൽ നിന്ന് എന്ത് കിട്ടി? 0.9091 എന്നുള്ള ഒരു എമൗണ്ട് കിട്ടി. നമ്മൾ എന്ത് പറഞ്ഞു? പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾക്ക് പ്രസൻറ്റ് വാല്യൂ കിട്ടുമെന്ന് പറഞ്ഞു. സോ നമ്മൾ 1,10,000 മൾട്ടിപ്ലൈ ചെയ്തു. എന്ത് വെച്ച്? പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ആയിട്ടുള്ള 0.9091 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ 1 lakh നമ്മൾക്ക് എമൗണ്ട് കിട്ടി. The significance of discounting principle is that while making a cost-benefit analysis, a decision maker should always compare the present value of future cash inflows with the present value of cash outflows. അപ്പോൾ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ കൊണ്ടുള്ള ഉപകാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ്? നമ്മൾ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തുമ്പോൾ, അതായത് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണ്, കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതിൻ്റെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നമ്മൾ നടത്തും. എന്തിനു വേണ്ടിയിട്ടാണ്? കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ ഇതിൽ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ, ഇപ്പോൾ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി എടുക്കാമെന്ന് വിചാരിക്കുക, അത് നമ്മൾ ചെയ്താൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എത്ര കോസ്റ്റ് വരും, അതിൽ നിന്ന് എത്ര ബെനിഫിറ്റ് കിട്ടുമെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. നെക്സ്റ്റ് എടുക്കുക, അതിൽ നിന്ന് എത്ര കോസ്റ്റ് കിട്ടും, അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എത്രയാണ് എന്നുള്ളത് നോക്കുക. ഇത്രയും നോക്കി കഴിഞ്ഞിട്ട് നമ്മളുടെ കയ്യിലുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസിനും ഇതുപോലെ തന്നെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തിയിട്ട് അതിൽ നിന്നും കോസ്റ്റ് കുറഞ്ഞതും ബെനിഫിറ്റ് കൂടിയതുമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തുമ്പോൾ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ കൂടെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഏർണിങ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾക്ക് സാധിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ ഉള്ള ക്യാഷ് ഔട്ട്ഫ്ലോ, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് ഫ്യൂച്ചറിൽ എത്ര ഇൻഫ്ലോ ഉണ്ടാവും, അതായത് എത്ര ഇൻകം നമുക്ക് കിട്ടും എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൂടെ നോക്കിയിട്ട് വേണം ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. The significance of discounting principle in business decision can be made clear from the following example. Suppose a business firm invests an amount of rupees 5 lakh in a project. The project is expected to generate a profit of rupees 2 lakh each at the end of first, second and third years. അപ്പോൾ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിളിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ബിസിനസ് ഫേം ഒരു 5 lakh ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ആ പ്രോജക്റ്റ് എല്ലാ ഇയറിൻ്റെയും എൻഡിൽ, ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും തേർഡ് ഇയറിൻ്റെയും എൻഡിൽ 2 lakh വെച്ച് പ്രോഫിറ്റ് കിട്ടും എന്നാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. It means a firm has to wait for 3 years to get a return of rupees
6 lakh. ദെൻ അപ്പോൾ എന്താണ് 5 lakh ആണ് പ്രോജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. 3 വർഷത്തേക്കാണ്, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ ആൻഡ് തേർഡ് ഇയർ. ഈ 3 വർഷത്തിൻ്റെ എൻഡിലും 2 ലക്ഷം വെച്ചാണ് നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ എത്രയായി? 3 × 2 6 അല്ലേ? 6 ലക്ഷം രൂപയാണ് നമ്മൾക്ക് 3 വർഷത്തേക്ക് കിട്ടുന്ന റിട്ടേൺ. അപ്പോൾ 5 lakh നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ 3 വർഷം കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര ലക്ഷം കിട്ടും? 6 ലക്ഷമാണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ 6 - 5 അല്ലേ? 6 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം കുറച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആകെ എത്രയാണ്? 1 ലക്ഷമേ ഉള്ളൂ. പക്ഷേ 3 വർഷം നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് പറയുന്നത്. ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ദ ഫേം ഈസ് മേക്കിംഗ് എ പ്രോഫിറ്റ് ഓഫ് 1 lakh. 1 ലക്ഷമാണ് കിട്ടുന്ന പ്രോഫിറ്റ്. ദെൻ but by applying the discounting principle, the firm is making a loss assuming a discount rate of 10%. The following calculations are needed to find out the loss. അപ്പോൾ എന്താണ്? ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അനുസരിച്ച് 10% ഡിസ്കൗണ്ട് റേറ്റിൽ ഫേം ലോസാണ് ഫേമിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾക്ക് പറയാൻ പറ്റുക. അതെങ്ങനെയാണ്? ഫോളോയിങ് താഴെ പറയുന്ന കാൽക്കുലേഷൻസ് വെച്ചിട്ട് നമ്മൾക്ക് അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പറയുന്നത് 1. The present value factor of 1 rupee received can be calculated by using a following formula. അപ്പോൾ താഴെ പറയുന്ന ഫോർമുല വെച്ചിട്ട് നമ്മൾക്ക് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ഫസ്റ്റ് ഫോർമുല 1/1 + r⁻n. ഇവിടെ r എന്ന് പറയുന്നത് ഡിസ്കൗണ്ടിങ് റേറ്റ് ആണ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 10% ആയിരുന്നു നമ്മുടെ ഡിസ്കൗണ്ടിങ് റേറ്റ്. അതാണ് ഇവിടെ r ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ദെൻ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. കഴിഞ്ഞതിൽ നമ്മൾ 1 ഇയർ ആണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ n എടുക്കേണ്ടത് 1 എന്നുള്ള നമ്പറാണ്. ദെൻ ഇനി നമുക്ക് താഴെ കാൽക്കുലേഷൻ നോക്കാം. The present value of ₹1 received at the end of first year at a discount rate of 10% is എത്രയാണ്? 1/1 + 10/100⁻1. അപ്പോൾ എത്രയാണ് കിട്ടുന്നത് നമ്മൾക്ക്? 0.9091. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ ഡിസ്കൗണ്ടിങ് ചെയ്തപ്പോൾ നമ്മൾക്ക് PV ഫാക്ടർ, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ 0.9091 കിട്ടി. ഇങ്ങനെയാണ് 9091 കിട്ടുന്നത്. ദെൻ സെക്കൻഡ് ഇയറിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? അറ്റ് ദ സെക്കൻഡ് ഇയർ മാത്രമേ അവിടെ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ⁻n എന്നുള്ളിടത്ത് ⁻1. ഒരു ഇയർ ആണെങ്കിൽ ⁻1 ഇടാം. സെക്കൻഡ് ഇയർ 2 ഇയേഴ്സ് ആണെങ്കിൽ ⁻2. ദെൻ 3 ഇയേഴ്സ് ആണെങ്കിൽ ⁻3. അപ്പോൾ അങ്ങനെ തേർഡ് ഇയറിൽ നമ്മൾ കണ്ടു. സെക്കൻഡ് ഇയർ വരുമ്പോൾ 1/1 + 10/100, ദാറ്റ് ഈസ് ഡിസ്കൗണ്ടിങ് റേറ്റ് 10% ആയതുകൊണ്ട് 10/100⁻2, ദാറ്റ് ഈസ് 0.826 എന്നുള്ളതാണ് നമ്മുടെ റേറ്റ്. ദെൻ തേർഡ് ഇയറിൽ വരുമ്പോൾ 1/1 + 10/100⁻3, that is 0.751. Then the PV factor of എത്രയാണ്? 0.9091. അതാണ് നമുക്ക് കിട്ടിയത്. അതിൽ 3 പോയിൻറ്റിൽ അപ്പുറം വെച്ച് നമ്മളെടുത്തു. മീൻസ് ദാറ്റ് ഇഫ് വി ഗെറ്റ് 1 rupee at the end of year from now, its value today, that the present value എന്ന് പറയുന്നത് 0.909. PV factor of 0.826 means that if we get 1 rupee at the end of 2 years from now, its value today is 0.826. അപ്പോൾ നമ്മൾ 1 രൂപ നമ്മൾക്ക് 1 വർഷം കഴിഞ്ഞ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് 0.909 ആണെന്നാണ് പറയുന്നത്. ദെൻ ഇനി 2 വർഷം കഴിഞ്ഞിട്ട് നമ്മൾക്ക് 1 രൂപ ഇൻകം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ 0.826 ആണ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ താഴെ പറയുന്നത് നോക്കാം. സെക്കൻഡ് പോയിൻറ്റ്, സിമിലർലി ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ₹2 lakh received at the end of first, second and third year can be calculated as follows. നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മൾക്ക് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എത്രയാണ്? 2 lakh നമ്മൾ പറഞ്ഞു. 2 ലക്ഷം വെച്ച് 3 വർഷത്തിൻ്റെ എൻഡിൽ നമ്മൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 6 ലക്ഷമാണ് കിട്ടുക എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ദെൻ ഇവിടെ കാൽക്കുലേഷൻസ് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. 3 വർഷം പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇയർ 1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.909 ആണ് കിട്ടുക. സെക്കൻഡ് ഇയറിൽ 0.826 ആണ്. തേർഡ് ഇയറിൽ 0.751. ദെൻ നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ടുകൾ എത്രയാണ്? എല്ലാ ഇയറിലും നമ്മൾക്ക് ഫൈനൽ അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും 2 lakh വെച്ചാണ് കിട്ടുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എമൗണ്ട് എന്ന് പറയുന്നത് എല്ലാ ഇയറും നമുക്ക് കിട്ടുന്നത് 2 lakh തന്നെയാണ്. ദെൻ ഈ 2 lakhൻ്റെ പ്രസൻറ്റ് വാല്യൂ
നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ പ്രസൻറ്റ് വാല്യൂ ഫാക്ടറും എമൗണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രസൻറ്റ് വാല്യൂ കിട്ടും. ഓക്കെ, നമ്മളുടെ എമൗണ്ട് എന്ന് പറയുന്നത് ഈ 2 ലാക്ക് ഫ്യൂച്ചർ ഏർണിങ്സ് ആണ്, ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടും എന്ന് പറയുന്ന എമൗണ്ട് ആണ്. അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നതാണ് 1,81,800. അതാണ് ഈ 2 ലാക്കിൻ്റെ ഫ്യൂച്ചറിൽ കിട്ടും, ഒരു വർഷം കഴിഞ്ഞ് കിട്ടുമെന്ന് പറയുന്ന ഈ 2 ലാക്കിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ 1,81,800 ആണ്. ദെൻ സെക്കൻഡ് ഇയറിൽ നമ്മൾക്ക് 2 ലാക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ 1,65,200 ആണ്. ദെൻ തേർഡ് ഇയറിൽ നമ്മൾക്ക് 2 ലാക്ക് കിട്ടിയാൽ അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ 1,50,200 ആണ്. ദെൻ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 4,97,200 ആണ് നമ്മളുടെ ഇപ്പോഴത്തെ വാല്യൂ. 3 വർഷം കഴിഞ്ഞാൽ 6 ലക്ഷമാണ് നമ്മൾക്ക് കിട്ടുക എന്ന് പറഞ്ഞു അല്ലേ? അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത്, ഇപ്പോഴാണ് അത് കിട്ടുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ 4,97,200 ആയിരിക്കും. ദെൻ തേർഡ് പോയിന്റ് പറയുന്നത്, then the total present value of profit earned by the project in 3 years is 4,97,200. The firm has made an investment of rupees 5 lakh. The loss of the firm is 2,800. That is 5 ലാക്കിൽ നിന്ന് 4,97,200 കുറച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 2,800 ആണ്. അപ്പോൾ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ആ ഫേമിന് ലോസ് ആണെന്ന്. അതായത് 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് 3 വർഷം കഴിഞ്ഞാൽ നമുക്ക് 6 ലക്ഷം എമൗണ്ട് കിട്ടും എന്ന് പറയുന്നത്, നമ്മൾ 1 ലാക്കാണ് അതിൽ നിന്ന് പ്രോഫിറ്റ് നമ്മൾക്ക് കിട്ടിയത്. പക്ഷേ അത് ലോസ് മേക്കിംഗ്, ഒരു ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അനുസരിച്ച് അത് നമ്മൾക്ക് ലോസ് ആണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ കൺക്ലൂഷനായിട്ട് നമ്മൾ എന്ത് തന്നെ കണ്ടുപിടിച്ചു? നമ്മൾക്കത് ലോസ് ആണ് ഉണ്ടാക്കുകയുള്ളൂ ആ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്. എത്ര രൂപയാണ് ലോസ്? പ്രസൻറ്റ് വാല്യൂ പ്രിൻസിപ്പിൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മൾക്ക് ഇപ്പോൾ ആ എമൗണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 5 ലാക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ 4,97,200 നമ്മൾക്ക് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്ന ലോസ് 2,800 ആണ്. ഓക്കെ, ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിളിൽ ഇത്രയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ബാക്കി പ്രിൻസിപ്പിളുകൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.